ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് റെഡോട്ട് പേ എന്ന് പറഞ്ഞ ക്രിപ്റ്റോ കാർഡ് ഉപയോഗിച്ച് എങ്ങനെ നമ്മൾ സാധാരണ ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റിലും മറ്റു POS മെഷീനിലൊക്കെ നമ്മളെ GPay ഉപയോഗിച്ച് ഇത് ലിങ്ക് ചെയ്ത് എങ്ങനെ നമുക്ക് പർച്ചേസ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ റെഡോട്ട് പേൻ്റെ കാർഡ് ഫിസിക്കൽ കാർഡുണ്ട്, വെർച്വൽ കാർഡുണ്ട്. വെർച്വൽ കാർഡ് ഉപയോഗിച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഫിസിക്കൽ കാർഡിന് നമുക്ക് ATM വിഡ്രോവലൊക്കെ ചെയ്യാം. അപ്പോൾ ഈ വെർച്വൽ കാർഡ് ഏകദേശം ഒരു $5 ഓഫറിലൊക്കെ നമുക്ക് വാങ്ങാനും പറ്റും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ക്രിപ്റ്റോ നമുക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് നമ്മൾ സാധാരണ ആയിട്ടുള്ള ഗ്രോസറി കാര്യങ്ങളൊക്കെ വാങ്ങാനും ഈ ഒരു ആപ്പ് വഴി പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് അത് നമ്മൾ ഈ ഒരു റെഡോട്ട് പേയിൽ വർക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ റെഡോട്ട് പേയിൽ ആദ്യം കാർഡ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ കാർഡ് ഡീറ്റെയിൽസ് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ കാർഡ് ഡീറ്റെയിൽസിൽ നമുക്ക് വേണ്ടത് കാർഡിൻ്റെ നമ്പറും അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ് വേണം. പിന്നീട് വേണ്ടത് നമുക്ക് CVV വേണം. അത് മൂന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് GPayയിൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ GPay ഗൂഗിൾ പേ എടുക്കുക. ഗൂഗിൾ പേ എടുത്ത ശേഷം അതിൽ നമുക്ക് കാണാൻ പറ്റും ടാപ്പ് ആൻഡ് പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും, ടാപ്പ് ആൻഡ് പേ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ NFC വഴിയാണിത് ചെയ്യുന്നത്. അപ്പോൾ NFC ഓൺ ആക്കി കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഇവിടെ ഇപ്പോൾ റെഡോട്ട് പേ കണക്ട് ചെയ്തിട്ട് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അതുകൊണ്ട് ഇവിടെ റെഡോട്ട് പേൻ്റെ കാർഡ് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നത് കാർഡ് നമ്പർ, അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ്, CVV എന്നിവയായിരിക്കും കാണിക്കുക. അപ്പോൾ അത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു OTP നിങ്ങളുടെ മെയിലിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് വരും. ആ OTP കൂടി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ടാപ്പ് ആൻഡ് പേ ഓപ്ഷൻ എനേബിൾ ആവുന്നതാണ്. ഇത് എനേബിൾ ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ എവിടെയാണോ POS മെഷീനിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് NFC ഓൺ ആക്കി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഓൺ ആക്കി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഞാൻ പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടത് എങ്ങനെയാണിത് വർക്ക് ആവുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ കാർഡ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിൽ $5 നിങ്ങൾക്ക് ബോണസും ലഭിക്കുന്നതായിരിക്കും. NFC ഓൺ ആക്കി കൊടുക്കണം. ഓക്കെ. ലാസ്റ്റ് പേയ്മെൻറ്റ് ഇത് 268 പേയ്മെൻറ്റാണ് നടത്തിയത്. അത് പോയിരിക്കുന്നത് എനിക്ക് കിട്ടിയ ബോണസ് $5 ഉണ്ടല്ലോ, അതിന്നാണ് പോയിരിക്കുന്നത്. USDT ഞാൻ ഇതിലേക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും USDC എടുക്കുക. അപ്പോൾ USDC ആയിരുന്നു ഞാൻ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. അപ്പോൾ അത് അവിടെ തന്നെ ഉണ്ട്. അതുപോലെ ഇതിൽ 268 എത്രയാണ് ചാർജ്, എങ്ങനെയാണ് കൺവേർഷൻ ഡേറ്റ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. നമ്മൾ വാങ്ങിയത് ഏകദേശം $3.2017 പോയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൺവേർഷൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് 83.70 INR ആണ് ഒരു USD കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 83.70 ഇതിൻ്റെ കൺവേർഷൻ ഡേറ്റ് വന്നിരിക്കുന്നത്. അതിൽ ഇൻക്ലൂഡിങ് 1.2% FX ഫീ എന്ന് പറയുന്ന ആ ഫീ കൂടിയും അടക്കമാണ് എനിക്ക് പോയിരിക്കുന്നത്. മൊത്തം $268 3.2017 USD ആണ് പോയിരിക്കുന്നത്. അപ്പോൾ അതിൽപോലെ തന്നെ ഇതിൻ്റെ കൺവേർഷൻ റേറ്റ് 83.70 ആണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്, മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു കാർഡ് നിങ്ങൾക്ക് ആക്റ്റീവ് ആക്കണം എന്നുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ $5 നിങ്ങൾക്ക് ബോണസ് ലഭിക്കും. അപ്പോൾ ക്രിപ്റ്റോ ഉപയോഗിച്ച് സാധാരണ നമ്മളെ ATM കാർഡ് ഉപയോഗിക്കുന്ന പോലെ നിങ്ങൾക്ക്, ഇനി ഫിസിക്കൽ കാർഡാണെങ്കിൽ നിങ്ങൾക്ക് ATM ഒന്നും പിൻവലിക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഫിസിക്കൽ കാർഡിന് ഓർഡർ കൊടുത്തിട്ടില്ല. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഞാൻ ATM ഒന്ന് പിൻവലിക്കുന്ന വീഡിയോ കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല എനിക്ക്, കാരണം എൻ്റെ എല്ലാ കാര്യങ്ങളും ഈ ഒരു രീതിയിൽ തന്നെ NFC ഉപയോഗിച്ച് തന്നെ നടക്കും. ATM കാർഡിന് നമുക്ക് $100 ഇതിൽ വരുന്നുണ്ട്, ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത്രയും ഡോളർ ഉപയോഗിച്ച് വെറുതെ എടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് പകരം നമ്മൾ $5 മാത്രം ഉപയോഗിച്ച് നമുക്ക് വെർച്വൽ കാർഡ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.